പരീക്ഷ വൈകിയതിനെതിരെ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് പുറത്താക്കി. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ മാത്യു ഏലിയാസിനെയാണ് മാനേജ്മെന്റ് പിരിച്ചുവിട്ടത്. ടിസി വാങ്ങിയില്ലെങ്കിൽ മകന്റെ ശവശരീരം കാണേണ്ടിവരുമെന്ന് മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തിയതായി മാതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. യൂണിവേഴ്സിറ്റിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പം പിറ്റേ ദിവസം ഞാൻ രാവിലെ ഡിലീറ്റ് ചെയ്തു. അതിനെതിരെ അവര് കോളേജിൽ നിന്ന് വിളിച്ച് എന്നെ കാണണം എന്ന് പറഞ്ഞാൽ വിളിച്ചത്. ഞങ്ങള് ചെന്നു കഴിഞ്ഞിട്ട് അവര് നിങ്ങൾക്ക് അമ്മയോട് കുറെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞ് പുറത്താക്കുക എന്ന് പറഞ്ഞു. ഇപ്പം താടി മുളഞ്ഞ് മുടി അവര് പറഞ്ഞത് വെട്ടിയിട്ട് വാ. അപ്പൊ അമ്മ കുറെ കരഞ്ഞ് ആക്കരുത്, കാരണം അവസ്ഥ വീട്ടിലെ അപ്പം മരിച്ചുകൊണ്ട് അവസ്ഥയൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു. ഇത് കോട്ടയം നാട്ടകം സ്വദേശി മാത്യു ഏലിയാസ്. 2015 ഗവൺമെന്റ് സീറ്റിൽ യോഗ്യത നേടിയ മാത്യു ഏലിയാസ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് പ്രവേശനം നേടിയത്. ആദ്യ 2 സെമസ്റ്റർ പരീക്ഷയിൽ 70% മാർക്കോടെ മാത്യു മുഴുവൻ വിഷയങ്ങളും പാസായി. 3ാം സെമസ്റ്റർ പരീക്ഷ വൈകിയതോടെ ശാസ്ത്ര സർവകലാശാല വിസിക്കെതിരായി വിദ്യാർത്ഥികൾ നവമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. ഇതിനെ പിന്തുണച്ച് മാത്യു ഏലിയാസും രംഗത്ത് വന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട കോളേജ് അധികാരികൾ വിദ്യാർത്ഥിയുടെ മാതാവിനെ വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തിയ ശേഷം ടിസി നൽകി പറഞ്ഞയക്കുകയായിരുന്നു. ഇപ്പം അമ്മ ജീവനോട് കൊണ്ടുപോകുകയാണെങ്കിൽ മകനെ കാണാം. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് എന്റെ ബോഡി ശരീരം പോലും കാണാനായിട്ട് അമ്മയ്ക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ വിശ്വാസം, ഞാൻ പറഞ്ഞ എന്റെ മകന് വേറെ രീതിയൊന്നും ഉള്ള മകനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മയുടെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും കോളേജിൽ വിടുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അകാരണമായി പുറത്താക്കിയതോടെ പിതാവ് നഷ്ടപ്പെട്ട മാത്യുവിന്റെ തുടർ പഠനവും പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ടിസിയിൽ ഒപ്പിട്ട പ്രിൻസിപ്പൽ പ്രതികരിച്ചത്. ഇതൊരു മാത്യുവിന്റെ മാത്രം പ്രശ്നമല്ല. ഇത്തരത്തിൽ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ നിരവധി വിദ്യാർത്ഥികളെയാണ് അമൽജ്യോതി മാനേജ്മെന്റ് മുൻപും പുറത്താക്കിയിട്ടുള്ളത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോട്ടയം.